നമുക്ക് രാവിലെ തന്നെ ബ്രെഡ് സ്റ്റൂ ഉണ്ടാക്കിയാലോ? അപ്പോൾ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തന്നെ രാവിലെ നമ്മൾ ആവി വറുക്കുന്ന ബ്രെഡും സ്റ്റൂ ആണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിക്കൻ, പൊട്ടറ്റോ, ക്യാരറ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതെല്ലാം റെഡിയാക്കി വെക്കണേ. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ കുക്കറിനകത്തോട്ട് നേരത്തെ തന്നെ സ്പൈസസ് ആയിട്ടുള്ള ഏലക്കായും ഗ്രാമ്പും പട്ടയൊക്കെ ആഡ് ചെയ്യുന്നു. പട്ട എൻ്റെ ഇല്ല കേട്ടോ. പട്ട ഉണ്ടെങ്കിൽ അത് നല്ലതാണ് ആഡ് ചെയ്യുക. അത് എണ്ണ ഒഴിക്കുന്നതിന് മുന്നേ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എണ്ണയ്ക്കൂടെ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് കരിഞ്ഞാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്തതിന് ശേഷം മാത്രം നമ്മൾ എണ്ണ ആഡ് ചെയ്യുക. അതിനകത്തോട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലൊരു ബ്രൗൺ കളർ, ഒരുപാട് ബ്രൗൺ ആണ്, ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മുന്നേ അരിഞ്ഞ് വെച്ചിരുന്ന പൊട്ടറ്റോയും ക്യാരറ്റും എല്ലാം കൂടി ഈ മൂത്ത ഉള്ളിലോട്ട് നമ്മൾ ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ അഴിഞ്ഞു വെച്ചിരുന്ന ബോൺലെസ് ചിക്കനും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സാധാരണയുള്ള ചിക്കൻ ആണെന്നുണ്ടെങ്കിലും എല്ലുള്ള പീസാണെങ്കിലും ഒരു വിഷയമില്ല കേട്ടോ. ഞാനിവിടെ എൻ്റെ ഉള്ളത് അതായതുകൊണ്ട് മാത്രമാണ് ബോൺലെസ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടാം കേട്ടോ. ഭയങ്കര ശാസ്ത്രീയമായ രീതിയിലൊന്നും അല്ല ഞാൻ ഉണ്ടാക്കുന്നത്, എങ്കിൽ തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഇത്. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടി കുറച്ച് ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത്. എല്ലാം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുന്ന മുന്നേ തന്നെ നമ്മളൊരു കാര്യം കൂടി ചെയ്യണം. അതായത് തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലും 2-ാം പാലും തയ്യാറാക്കി വെച്ചേക്കണം കേട്ടോ. ഞാനിവിടെ പാക്കറ്റ് പാലാണ് ഉപയോഗിക്കുന്നത്. അത് ഭയങ്കര കട്ടിയുള്ള പാലായതുകൊണ്ട് 2-ാം പാലിന് വേണ്ടി കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത പാലാണ് ഞാനിവിടെ അകത്ത് ഒഴിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഇത്രയും പൊട്ടറ്റോയും കാര്യങ്ങളും എല്ലാം കൂടി നമ്മൾ 2-ാം പാലിൽ നന്നായിട്ട് വേവിച്ചെടുക്കണമേ. അപ്പോൾ ഏകദേശം ഒരു കുക്കറിൽ ഒരു 2 വിസിലടിച്ചാൽ മതിയാവും പാകത്തിന് വെന്ത് കിട്ടുക കേട്ടോ. അപ്പോൾ കുക്കറിൽ നമ്മളത് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം, അത്രയും മതി. പിന്നീട് അപ്പോൾ നമ്മളിപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ, ഒരുവിധം എല്ലാം ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ കട്ടിയുള്ള 1-ാം പാലാണ് നെക്സ്റ്റ് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിനി കട്ടിയുള്ള പാലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ല ചൂടുണ്ട്, ഇപ്പോൾ നമ്മൾ കുക്കർ തുറന്നതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇനി തിളപ്പിക്കേണ്ട കാര്യമില്ല. അപ്പം പെട്ടെന്ന് നമ്മൾ കഴിക്കാനുള്ളതാണെങ്കിൽ തിളപ്പിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു പിരിഞ്ഞ പോലെ ആവും പാല്. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ആവി പറക്കുന്ന ബ്രെഡിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ അണ്ടിപ്പരിപ്പൊന്നും മൂപ്പിച്ചിട്ടിട്ടില്ല, പിന്നെ അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെയ്യാം കേട്ടോ. അങ്ങനെ ആവി പറക്കുന്ന ബ്രെഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പ്ലേറ്റിലോട്ട്. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നല്ല സൂപ്പറായിട്ടുള്ള സ്റ്റൂവും കൂടി ആഡ് ചെയ്യാം. രാവിലെ തന്നെ ഇത് കഴിക്കാമെന്ന് പറഞ്ഞാൽ അടിപൊളി പരിപാടിയാണ്. രാവിലെ നല്ല അടിപൊളി ബ്രെഡും സ്റ്റൂവൊക്കെ, അപ്പം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാനും മോളും കൂടി ഇതൊക്കെ നന്നായിട്ട് കഴിച്ചു. എന്നിട്ട് ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം ഒരു പുതിയൊരു കണ്ടൻറ്റുമായിട്ട്. ഇനി ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഓണത്തിൻ്റെ കുറേ പരിപാടികളും കാര്യങ്ങളും സദ്യയുടെ പുതിയ കണ്ടൻറ്റുമായിട്ട് എനിക്ക് വീണ്ടും കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ. പിന്നെ